മധു നമസ്കാരം. നമസ്കാരം. ഇതെന്ത് പരിപാടിയാ? ഇത് ചാണകം പുളിപ്പിച്ചിട്ട് നമ്മളെ പച്ചക്കറിക്ക് ഒഴിക്കാൻ വേണ്ടിട്ട്. അതെ, ഇതിലെന്ത് ഉള്ളിലെന്ത്? ഇതില്ലത് ചാണകവും പുണ്ണാക്കും. അത് നല്ല പോലെ ഇത് ഇന്നലെ ഇട്ടതാണ്. അപ്പൊ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഒഴിച്ചു കൊടുത്താലേ നല്ല വിളവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ കൊറേ മരടുണ്ടോ? ഇതിപ്പോ ഉള്ളത് 110 മരട് ലാസ്റ്റ് ആണ്. ബാക്കി 3 പ്ലോട്ട് കഴിഞ്ഞു. അപ്പൊ ഈ നരമ്പൻ തന്നെയാണ് മെയിനായിട്ട് മഴക്കാലത്ത് ചെയ്യുന്ന നരമ്പൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്കത് ഉത്പാദനം കൂടുതലുണ്ട്, കൂടുതൽ നമുക്ക് വില കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞരമ്പനാണ് കൂടുതൽ ചെയ്യുന്നത്. അടുത്തത് ഇപ്പോൾ പാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തോട്ടങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഫസ്റ്റത്തെ കൃഷിയോ അല്ല ഈ സീസണിലെ എത്രാമത്തെ? 3ാമത്തെ കൃഷിയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലാസ്റ്റ് പന്തല്. നല്ല കാലാവസ്ഥ എങ്ങനെ പ്രതികൂലം തന്നെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത വിളവ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എന്നാലും മഴ ഏറ്റവും കൂടുതലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിളവ് ലേശം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കുറവുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ വില നോക്കുമ്പോൾ ശരാശരി കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് നമുക്ക് ഇപ്രാവശ്യം വില കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള നമുക്ക് പൈസ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നരമ്പന് പുറമെ വേറെന്ത് കൃഷിയില്ലേ? കക്കരി കൃഷിയാണ് ഉണ്ടായത്. കക്കരി കൃഷി ഇപ്പോൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ അതിൽ പുതിയതായിട്ട് വേറെ കൃഷി തണ്ണീർമത്തം കൃഷി ചെയ്യാന്നുള്ളൊരു ആലോചനയാണ് ഉള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം ഭാഗ്യത്തിന് മറ്റ് രോഗങ്ങളോ അല്ലെങ്കിൽ പ്രാണിശല്യമോ എല്ലാം കുറവല്ലേ? കുറച്ച് രോഗശല്യം എന്ന് പറഞ്ഞാൽ കുറവാണ്. പക്ഷെ നമുക്ക് ഈ മഴക്കാലത്ത് ഈ പ്രാണിശല്യം ഏറ്റവും കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്താകുമ്പോൾ ഈ രോഗകീടങ്ങൾ കൂടുതലാണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്രാവശ്യം. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതിപ്പോ മധു ഒറ്റക്ക് തന്നെയാണ് ഈ കൃഷിയെല്ലാം ഫുള്ള് ചെയ്യുന്നത്, അല്ല വേറെ ആരും സഹായത്തിന് ആരിയില്ലേ? ഇതാരി സഹായത്തിന് നമ്മുടെ കുട്ടി കർഷകനുണ്ട്. ഓ, ഇവൻ നമ്മളെ പഞ്ചായത്തിലെ മികച്ച കർഷകനല്ലേ, കുട്ടി കർഷകനല്ല അവാർഡ് കിട്ടിയ ചക്കരല്ലേ? ഇവൻ എന്റെ ഒരു വലം കൈ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. മോന്റെ പേരെന്തെന്ന്? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? ഏത് സ്കൂളില്? അച്ഛനെ സഹായിക്കുന്നുണ്ട്. കൃഷിയെല്ലാം പഠിച്ചു. ഇനി ഒറ്റക്ക് ചെയ്യുവോ? സ്കൂളിൽ എന്ത് പറയുന്നു കൃഷിനെ കുറിച്ചിട്ട്? അവാർഡ് കിട്ടിയപാട് സന്തോഷമായിനാ? അപ്പം അതുമല്ല ഉഷാറായിട്ട് പരിപാടിയെല്ലാം. അതെ, ഇനിയിപ്പോ ഇതിപ്പോ ഏത് സീസണിൽ ഏത് മാസം അവസാനിക്കല്? ഇതിനിപ്പോ 1 മാസം വരെ ഉണ്ടാവും. മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിളവ് കഴിയും. പിന്നെ അടുത്ത ഇതിലേക്ക് ഇതേ പന്തലിലേക്ക് തന്നെ അടുത്തത് പാവലോ പടവലോ എന്ത് വേണം ചെയ്യാം. ഒരേ പ്ലോട്ടില് ഒരേ പന്തലിന്റെ ഇതേ തടത്തിൽ തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തടങ്ങളോ ഒന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കുന്നില്ല. ആ രീതിയിൽ തന്നെയാണ്. ഏത് മാസം തുടങ്ങിയപ്പോ ഈ കൃഷി? അത് ഒരു 3 മാസം മുമ്പേ തുടങ്ങാം. ജൂണിലേക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. ജൂൺ ജൂലൈയിലാണ് മഴ നമുക്ക് കിട്ടുന്നുള്ളത്. ആ സമയത്ത് തുടങ്ങി കഴിഞ്ഞാൽ മഴയുടെ നമുക്ക് വെള്ളമടിക്കേണ്ട ഒരു കുറവ് കിട്ടും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് പോട്ട് കേട്ടാ. മോനി നല്ല രീതിയിൽ പഠിപ്പിക്കുക കൃഷിയെല്ലാം. ഓക്കെ.